വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വഖഫ് ബോർഡ് വിഷയം ഇനി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്? വഖഫ് ബോർഡ് വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത ഇനിയില്ലല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ വന്ന് നാരങ്ങവെള്ളം കൊടുത്തിട്ടും പോയില്ലേ. ഇത് എഴുതിയെടുത്ത ആൾക്കാരല്ലേ ഇവര്. നിയമമന്ത്രി രാജനും മറ്റേ വഖഫിന്റെ മന്ത്രി, മുഖ്യമന്ത്രി, പിന്നെ റവന്യൂ മന്ത്രി, ഇവരെല്ലാരും കൂടെ എഴുതിയെടുത്ത ഭൂമിയല്ലേ ഇത്. അപ്പൊ ഇതിനെപ്പറ്റി ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ഇനി ഇതിപ്പോ സുപ്രീം കോടതിയിലാണ് കേസ് നടക്കണത്. ട്രിബ്യൂണലിൽ കേസ് 12-ാം തീയതി ഉണ്ടായിരുന്നു. പിന്നെയും തള്ളിപ്പോയി. അവർക്ക് ഒരു രേഖകളും കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എന്ന് രേഖകൾ കൊടുക്കൽ അതിനല്ല ഹൈക്കോടതി വിധി ഉണ്ടായതല്ലേ ഇത് വഖഫല്ലെന്നും പറഞ്ഞ്. മുഖ്യമന്ത്രി സ്റ്റേണായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്ന് തീർന്നേനെ. ഇവിടെ ഒരു BJP ആണ് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണമെങ്കിലുണ്ടല്ല, ഞങ്ങൾ ഈ ഇപ്പോഴും സമരം നടത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ മുഖ്യമന്ത്രി നമ്മുടെ BJP ആണെങ്കിൽ, അതായത് രാജീവ് ചന്ദ്രശേഖരനാണ് ഇപ്പൊ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തേക്കണത്. അപ്പൊ പുള്ളിയാണ് ഇവിടെ വന്നെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് തീരുമെന്നാണ് എന്റെ വിശ്വാസം. BJP ഇവിടെ വരികയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും കേരളത്തില്. ഞങ്ങിപ്പോ ഇങ്ങനെ ആകാൻ കാരണം ഇവിടെ കോൺഗ്രസും LDF-ഉം മാറി മാറി ഭരിക്കണതിന്റെ പേരിലല്ലേ ഞങ്ങളുടെ ഭൂമി എഴുതിയെടുത്തിട്ടും ഈ 51-ന്റെ അന്ന് ഇവിടെ നമ്മുടെ VD സതീശനും MP-യും എല്ലാ MP-മാരും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇവിടെ ഉള്ള MP-മാരും MLA-മാരും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ കുറെ വടിവാളായിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അവരെനിക്ക് പൈസ ആയിട്ട് കൊടുത്തു വന്നിട്ടുണ്ടാകുന്നു. അതാണ് കൂടുതൽ ആൾക്കാരുണ്ട് അവരിവിടെ. അത് ഞാൻ പറയാം, 51-ന്റെ അന്ന് സമരം തുടങ്ങി. ഒക്ടോബർ 13-ാം തീയതി സമരം തുടങ്ങിയിട്ട് 51-ന്റെ അന്ന് VD സതീശനും കൂട്ടർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ഇത് ഹൈക്കോടതി വരെ ഇത് പറഞ്ഞതല്ലേ ഇത് വഖഫിന്റെ ഭൂമിയിലെന്ന്. ഇതുവരെ VD സതീശനാ അല്ലെങ്കിൽ ഞങ്ങളുടെ MP ഹൈബീഡനാ ഒരു ഇതുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു MP അല്ലേ ഹൈബീഡൻ, അയാൾക്ക് ഒരു ഇതുമില്ല ഞങ്ങളെ രക്ഷിക്കാനുള്ള. അയാൾക്ക് ഇതുവരെ ഇപ്പോഴും വന്നിട്ടില്ലല്ല. ഇവിടെ വന്ന് നാരങ്ങോളം കൊടുത്ത സമരമെങ്കിലും അവസാനിച്ചു പറ്റവര് അച്ഛനൊക്കെ കണ്ണിൽ പൊടിയിട്ട്. ഞങ്ങളുടെ ഭൂസമരക്കാര് നമ്മുടെ ബികാരി അച്ഛനെയും ഭൂസമര സമിതിയിൽ പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് ഇവര് സമരം നിർത്തിച്ചൂടാ. പക്ഷെ ഞങ്ങളതിനകത്ത് വീഴൂല. ഞങ്ങളതിനകത്ത് വീഴൂലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഇവരൊരു പറ്റിക്കലാണ്. അതായത് ഇലക്ഷൻ നടത്തിയിരുന്നപ്പോ ഇവര് വന്ന് ഇവിടെ വന്ന് ഇവര് സമരം തുടങ്ങിയത് സമരം നിർത്താന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ ഇലക്ഷൻ അടുത്തപ്പോ ഇവര് ഇവിടെ വന്ന് സമരം കൊടുത്ത് വെള്ളം കൊടുത്തു, നാരങ്ങവെള്ളം കൊടുത്ത് സമരം അവസാനിപ്പിച്ചപ്പോ ഞങ്ങളുടെ ആൾക്കാരോ നിങ്ങൾ ഇറങ്ങിപ്പോന്ന്. അവര് വന്നേക്കുമ്പോ നിങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു ഊടായ്പാണെന്നത്. ആ ഇലക്ഷൻ കഴിഞ്ഞ അപ്പൊ തന്നെ ഇത് അവര് നിരോധിച്ചില്ലേ, അപ്പോഴും നിരോധിച്ചില്ലേ. പിന്നെ ഇവിടുന്ന് പ്രകടനം പോയപ്പോ പിന്നെയും ഞങ്ങളുടെ കാരോടൊക്കെനായി. ഇപ്പോഴും ഞങ്ങൾക്ക് റവന്യൂ അധികാരങ്ങൾ കിട്ടണല്ലോ. ഇപ്പോഴും പോക്കൊരു ചെയ്യാത്ത ഭൂമികൾ ഇഷ്ടംമാരുണ്ട് ഇവിടെ. ഇപ്പോഴും പോക്കൊരു ചെയ്യാത്ത ആൾക്കാരുടെ ഭൂമിയൊക്കെ പോക്കൊരു ചെയ്യാനും പറ്റില്ല. അതല്ല ഞങ്ങളുടെ പട്ടയങ്ങളൊന്നും ഇപ്പോഴും ബാങ്കിൽ എടുക്കണില്ല. പിന്നെ ഇവര് എന്ത് പറഞ്ഞാണെന്നൊക്കെ ഇവര് ഭയങ്കര ചതിയന്മാരല്ലേ. ഇവര് സ്വർണം കട്ടോടെ, സ്വർണം കക്കല് വേറെ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണ വേറെ. ഇവര് പല സ്ഥലങ്ങളിലൊക്കെ പോകണ്ടല്ല, നമ്മുടെ കാശ് ഉപയോഗിച്ചല്ലേ പോണത്. നമ്മൾക്ക് ഇതായിട്ട് ഇവര് നിന്നിട്ടുണ്ട്. ഇപ്പോഴും നിന്നിട്ടില്ല. പിന്നെ ഇവരുടെ കൂടെ നമ്മ നിൽക്കുന്നുണ്ടാ. ഞാനൊക്കെ മരണം വരെ ഇനി വോട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ആർക്കും ചെയ്യില്ല. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വോട്ട് ചെയ്തില്ലെങ്കിൽ ആർക്കും ചെയ്യില്ല. ഇനി LDF-നെയും UDF-നും ഞാൻ വിശ്വസിക്കൂല എന്റെ മരണം വരെ. ഞാൻ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? പേര് ബെന്നി കല്ലുങ്കൽ. ചേട്ടാ, ഇപ്പോ ഈ 51-ാം വാർഡിൽ BJP ജയിച്ചതിന് ശേഷം കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്നുള്ള പറയുന്നത്, അത് ശരിയാണോ? അതിരൂക്ഷം എന്ന് പറഞ്ഞാൽ വെള്ളം വന്നിട്ട് വേണ്ട രൂക്ഷമാകാനായിട്ട്. വെള്ളം മഞ്ഞില്ല, വെള്ളമൊട്ടും മഞ്ഞില്ല. അപ്പൊ പിന്നെ രൂക്ഷമാകാതിരിക്കണ എങ്ങനെയാണ്? BJP ജയിച്ചപ്പിനാണ് ഒട്ടും വരാത്തത്. ഇവരെപ്പോഴും ഉണ്ടല്ല ഈ കണ്ണി പൊടിയിടാൻ വേണ്ടി ഇവിടെ വരും. എന്നിട്ട് ഇലക്ഷന്റെ മുമ്പ് നമ്മുടെ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രമണി അജയൻ തന്നെ ഞാൻ പറയാം, അവര് വന്ന് നേരെ നിന്ന് വന്ന് കുത്തിപ്പൊളിച്ചിട്ട് അവരൊന്നും അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. ആ റോഡിനകത്ത് ഇപ്പോഴും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല. ഞങ്ങളെ പിള്ളേർക്കൊക്കെ അസുഖമായിട്ട് ഞങ്ങൾക്ക് ആസ്പത്രി കൊണ്ടുപോകാൻ നേരമുള്ളൂ. ഇപ്പോഴും അത് ശരിയാക്കണില്ല. എന്താണെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചത്തുപോയിട്ട് ഇവര് ഭൂമി ഏറ്റെടുക്കാൻ പോയിരുന്നോണ്. അതിനുവേണ്ടിയാണെന്ന് അത് കുത്തിപ്പൊളിച്ചേക്കണെന്ന് എനിക്കാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം വന്നിട്ട് വേണ്ടേ രൂക്ഷമാകാനായിട്ട്. വെള്ളം വന്നില്ല. അതായത് റിസോർട്ടുകൾക്കൊക്കെ കൊടുക്കുകയാണ് വെള്ളം. അതായത് മാതാമൊക്കെ കുളിക്കാനും തുണി കഴുകാനാണ് ഇവിടെ വെള്ളം കൊടുക്കണത്. ഞങ്ങളുടെ ഇവിടെ ജീവിക്കണം, നമ്മുടെ നാട്ടുകാർക്ക് വെള്ളം വേണ്ട. ഇവര് ഇവിടെ ഭരിക്കണതാണ്. ഇവിടെ മാറി മാറി LDF UDF ഇപ്പോഴും നമ്മുടെ VD സതീശൻ പറയുന്നത് ഈ ഞങ്ങ വരും ഇപ്പൊ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ പടയോട്ടം എന്ന് പറഞ്ഞാൽ ആരുടെ പടയോട്ടം? LDF-ന്റെ മറ്റേ നമ്മുടെ UDF-ന്റെ പടയോട്ടം. ഇവര് വായ തുറന്ന ഉണയല്ല പറയണത്. ഇവരൊക്കെ ജിഹാദികളുടെ കൂടെ നിൽക്കണത്. നമ്മുടെ ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും കൂടെ ജീവിക്കാൻ പറ്റണ്ട. ഇവരൊക്കെ ജിഹാദികളുടെ കൂടെ നിൽക്കണത്. ഇവിടെ വെള്ളം വന്നിട്ട് ഇപ്പൊ 1.5 കൊല്ലത്തോളം ഇവിടെ വെള്ളം വന്നിട്ട് അതിന്റെ ഇടക്ക് ഒന്ന് കുത്തിപ്പൊളിച്ച് ഇലക്ഷൻ വന്നപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ
ഒരു നമ്മുടെ നേരത്തെ നമ്മുടെ സുനിൽ പറഞ്ഞില്ലേ, ഇവിടെ മറ്റേ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ 1000 രൂപ വെച്ച് കൊടുക്കാൻ പോണെന്ന്, അതും ഒരു കണ്ണിപ്പൊടിയിലാണ്. ഇവര് ഇലക്ഷൻ വരാൻ നേരത്ത് ഒരു കിറ്റായിട്ടും വരും, കുറച്ച് കാശായിട്ടും വരും. ഇത് കഴിഞ്ഞിട്ട് ഇവരെ പൊടി പോലും കാണാൻ പറ്റൂല. അത് തന്നെ ഇപ്പൊ തന്നെ ഞങ്ങളുടെ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ട് ഞങ്ങളുടെ വാർഡ് മെമ്പർ പോയിട്ടുണ്ടായി. എന്ത് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്, ഇല്ലേ? ശരിയല്ലേ? ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും യൂട്യൂബ് കാണുന്ന ആൾക്കാരല്ലേ, നമ്മുടെ മുഖ്യമന്ത്രി ഈ LDF-ന്റെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ടല്ലോ, ഒരു സെൽഫി എടുക്കാൻ വന്നിട്ട് തട്ടി അങ്ങോട്ട് മാറ്റി. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനത്തെ ഒരാളാണ്. ഗുണ്ടാഭരണം എന്ന് പറയൂടാ, ഗുണ്ടാഭരണം. ഇനി BD സതീശൻ BD സതീശൻ ഒരാളെ കൊണ്ടൊന്നും പറയിപ്പിക്കൂല. ഒരു ചാനലുകാരോടോ അല്ലെങ്കിൽ ഒരു ഇത് ചെന്നിട്ടുണ്ടെങ്കിൽ ആരെ കൊണ്ടും സംസാരിപ്പിക്കൂല. അയാൾ മാത്രം സംസാരിക്കണം, അയാൾ മാത്രം. അങ്ങനെയാണ്. ആ സമയത്ത് ഇപ്പൊ കണ്ട പ്രധാനമന്ത്രി വിളിച്ചിട്ട് എല്ലാവരും കണ്ടതല്ലേ, പ്രധാനമന്ത്രി വിളിച്ചിട്ട് എങ്ങനെയാണ് അവരോട് പെരുമാറിയത്. അതേപോലെ തന്നെ അവര് ചെന്ന സ്ഥലത്തൊക്കെ സ്വീകരണം വരുന്നത്, എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണം വരുന്നത്. ചേട്ടാ ഈ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എന്റെ പേര് സുനിൽ കുമാർ. ചേട്ടനിപ്പോ ഈ വാർഡ് മെമ്പർ അല്ലേ? അതെ അതെ. പള്ളിപ്പുറം പഞ്ചായത്തിൽ 14-ാം വാർഡിലെ മെമ്പറാണ്. BJP സ്ഥാനാർത്ഥിയെ വിജയിച്ചു. അതെ അതെ, BJP സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു. ചേട്ടാ ഇപ്പൊ ഈ പള്ളിപ്പുറം പഞ്ചായത്തിലെ മുനമ്പം വാർഡിൽ ആദ്യമായിട്ട് BJP വിജയിച്ചു, ഈ പറയുന്ന കുഞ്ഞുമോൻ എന്ന് പറയുന്ന ചേട്ടൻ. അപ്പൊ അദ്ദേഹം വിജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ക്ഷണം ഉണ്ടായിരുന്നു, വിരുന്ന് സൽക്കാരം. എങ്ങനെ കാണുന്നു ആ ഒരു സന്തോഷം? എങ്ങനെയാണ്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വ്യത്യസ്തമായ വാർഡുകളിൽ നിന്നാണെങ്കിലും ഞങ്ങളിപ്പോ ഒരു ചേട്ടനനിയൻ ഉള്ള ഒരു ബന്ധം പോലെയാണ്. അപ്പൊ പുള്ളിക്ക് ക്ഷണം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എറണാകുളം ജില്ലയിൽ തന്നെ വെറും 3 പേർക്ക് മാത്രമേ ക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അത് മേയർമാരെയും അങ്ങനെയുള്ളവരെയൊക്കെയാണ്. പുള്ളിയെ ഒരു സാധാ മെമ്പർ തരം താഴ്ത്തുന്നതല്ല, ഒരു വാർഡ് മെമ്പറായ പുള്ളിക്ക് ഇങ്ങനെ ഒരു ക്ഷണം കിട്ടിയപ്പോൾ എനിക്ക് ഇപ്പോഴും എൻ്റെ ശരീരം ഇതാവാണ്. പിന്നെ യാത്രയിൽ പുള്ളി ഒരനുഭവങ്ങൾ എന്നെ അപ്പപ്പോ വീഡിയോയിൽ കൂടെ അറിയിച്ചിരുന്നു. അത് കാണുമ്പോൾ പുള്ളി ത്രില്ലാവുന്നതിലും ഇപ്പോഴും ഞാൻ എൻ്റെ ശരീരം നോക്കിയത് കേട്ടോ, ഭയങ്കര ഇതാണ്. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കും കൂടി പോകണമെന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞോട് വെച്ച്, സുനിച്ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിച്ച് പൊളിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഈ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോഴും ഈ പള്ളിപ്പുറം പഞ്ചായത്തിലുള്ളത്. നിങ്ങൾക്ക് പ്രവർത്തിച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അത് തുടക്കമുള്ള ഈ പറഞ്ഞോട്ടെ മാങ്ങയുടെ അണ്ടിയോട് അടുക്കുന്ന പുളി അറിയുള്ളൂ എന്ന് പറയാം. ആ സംഭവം ആവാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും അവിടെ കാണുന്നില്ല. ഇപ്പൊ ഈ വഖഫ് വിഷയത്തിന് ശേഷം ആണല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം ഈ തീരദേശ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും BJPക്ക് ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താണ്? അതായത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവരുടെ ദുർഭരണത്തിനെതിരെ. ഇപ്പൊ തന്നെ ഇനി ആകെ 1 മാസോ 2 മാസോട്ടുള്ളൂ ഇലക്ഷന്. ഇപ്പൊ എല്ലാവർക്കും ഒരു 1000 രൂപ വെച്ച് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞു. ഈ ഇത്രയും വർഷങ്ങൾ ഉണ്ടായിട്ട് ഇവർക്ക് ഒരു സുരക്ഷ ഉണ്ടായില്ലേ? ഇപ്പോഴാണ്. അതായത് തീരാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് പേർക്ക് അരി കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ സംഭവങ്ങൾ. ഇനിയിപ്പോ ഇവര് ഭരണത്തിൽ വന്നില്ലെങ്കിൽ, ഈ പദ്ധതി തുടർന്നില്ലെങ്കിൽ പ്രശ്നങ്ങളല്ലേ? അടുത്ത വരുന്ന പാർട്ടിക്കാരുടെ തലയിലിരിക്കും, ഭരണത്തിന്റെ ഭരണാധിപന്മാരുടെ തലയിലിരിക്കും ഈ സംഭവം. ഇവര് ആകെ കൊടുത്തേക്കാൻ 2 മാസം ഇരിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ആൾക്കാരെ കണ്ണിൽ പൊടിയിടുക. എപ്പോഴും പൊടിയിടാൻ പറ്റുമോ? ഇല്ല. അത് ആൾക്കാർ തിരിച്ചറിയണം.